പെട്രോടെക് ഇപ്പോ പ്ലേസ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അബുദാബി, UAE, സൗദി അറേബ്യ, അവിടെ ഞാൻ ഒമാന്, അവിടെയൊക്കെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അവരുടെയൊക്കെ കമ്പനികളിലെ വേക്കൻസി വരുമ്പോൾ അവരെന്നെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗുണം നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അവരെന്നോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉള്ള റിക്വയർമെന്റുകളെല്ലാം എന്നെ അറിയിക്കും. ഇപ്പോൾ തന്നെ ഇന്നലെ അസ്ട്ര എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഇലക്ട്രീഷ്യന്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, പ്ലംബർ, വെള്ളർ, പൈപ്പ് ഫിറ്റർ, പൈപ്പ് ഫാബ്രിക്കേറ്റർ, റിഗർ, മെക്കാനിക്കൽ ഹെൽപ്പർ, പൈപ്പിംഗ് സൂപ്പർവൈസർ, എയർലെസ് സ്പ്രേ പെയിന്റർ, പൈപ്പിംഗ് ഫോർമാൻ, വെൽഡിംഗ് ഫോർമാൻ, റിഗിംഗ് സൂപ്പർവൈസർ, ബ്ലാസ്റ്റർ, മേസൺ, സിവിൽ ഹെൽപ്പർ, കാർപ്പന്റർ, സ്റ്റീൽ ഫിക്സർ, ഇങ്ങനെ ഇത്രയും കാറ്റഗറിയിലുള്ള റിക്വയർമെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഓരോ കമ്പനിയിൽ നിന്നും ഇങ്ങനെ വരാറുണ്ട്. അവർക്ക് വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പം വെള്ളർ എന്ന് പറഞ്ഞാൽ പലതരത്തില് നിങ്ങൾക്കറിയാം, പല ടെക്നിക്സിൽ ഡൗൺ ഹിൽ വെൽഡേഴ്സ് ഉണ്ട്, അപ്പ് ഹിൽ വെൽഡേഴ്സ് ഉണ്ട്, പിന്നെ 6G, ടിഗ്, ആർക്ക്, ഇങ്ങനെയുള്ള എല്ലാ ക്വാളിഫൈഡ് വെൽഡേഴ്സും ഉണ്ട്. അപ്പൊ അത്തരം വെൽഡേഴ്സിന് ഒരു വെൽഡറെ സംബന്ധിച്ച് വെൽഡർക്ക് കിട്ടാവുന്ന നല്ല സാലറി അത് വെൽഡേഴ്സിന് അറിയാം. 1800, 2000 ദിർഹംസും അതിന്റെ ഓവർ ടൈം എല്ലാം കൂടെ കൂട്ടി നല്ല 14,000 ദിർഹംസ് ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ നമ്മൾ ഇവിടുന്ന് പൈപ്പിംഗ് സൂപ്പർവൈസർക്ക് അതിന്റെ അങ്ങനെ ഒരു റേറ്റ് പറയാൻ പോലും പറ്റില്ല. അവന്റെ എക്സ്പീരിയൻസും കഴിവും അനുസരിച്ച് അവന് നല്ല റേറ്റ് കിട്ടും, നല്ല ശമ്പളം കിട്ടും. അതിനൊരു ഫിക്സഡ് സാലറി, ഫിക്സഡ് റേറ്റ് ഇത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കൂടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 10-12 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആവുന്ന ആൾക്കാർക്ക് 3 ലക്ഷവും 4 ലക്ഷവും രൂപ ശമ്പളം മേടിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അവർ ആ രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പം അത്തരം ഒരു നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലൊക്കെ അധികം ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ കാണുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ. അതുകൊണ്ട് തന്നെ ഈ പെട്രോളിയത്തിന്റെ ആവശ്യം ഒരിക്കലും കുറയുന്നില്ല. അതിന്റെ വില ഏറ്റവും കൂടുതലാണ്. പല രാജ്യങ്ങളെയും താങ്ങി നിർത്തുന്നതിന്റെ വിലയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിലോ അവരുടെ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിലോ അവർക്ക് യാതൊരു മടിയുമില്ല. നല്ല ഫെസിലിറ്റിയിൽ ഇപ്പം അഡ്നോക്ക്, അരാംകോ, PDO ഇത്തരം കമ്പനികളൊക്കെ നല്ല ഫെസിലിറ്റി കൊടുത്ത് നല്ല ശമ്പളം കൊടുത്താണ് ആൾക്കാരെ വെക്കുന്നത്. അത്തരം കമ്പനികളിലേക്കാണ്, ഇത്തരം കമ്പനികളുടെ കോൺട്രാക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് വിടുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങളിപ്പോ ഈ കഴിഞ്ഞ ഒരു മാസം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 പേരെങ്കിലും നമ്മൾ ഇവിടുന്ന് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അവരെ വിസ, പിന്നെ ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് അവർ കൊണ്ടുപോയിക്കോളും. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ഞങ്ങളിപ്പം ഇവിടെ പെട്രോടെക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോബ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ സുഹൃത്തുക്കളായിട്ടുള്ള കമ്പനി മാനേജേഴ്സിന്, കമ്പനി ഓണേഴ്സിന് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യും. അത് നല്ല ആൾക്കാരെ മാത്രം ഞങ്ങളെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിയിട്ട് ഇന്റർവ്യൂ പാസ്സാവുന്നവരെ മാത്രം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ പ്ലേസ്മെന്റ് ചെയ്യാൻ സഹായിക്കും. അതാണ് പെട്രോടെക്കിന്റെ ഒരു മിഷൻ.